നമസ്കാരം. നമ്മളിൽ പല ആൾക്കാരുടെയും വലിയൊരു പ്രശ്നമാണ് നമുക്ക് ശമ്പളം കിട്ടിയ ശേഷം നമുക്ക് മാസം അവസാനമാകുമ്പോൾ കയ്യിലൊന്നും നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ചില ആൾക്കാരുടെ പ്രശ്നമാണ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് മാസം പൈസ അയക്കാറുണ്ട്, പക്ഷേ മാസം അവസാനമാകുമ്പോൾ വീണ്ടും ആ അക്കൗണ്ടും കാലിയാവുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ശരിക്കും അവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ ബഡ്ജറ്റിങ്ങിലെ ചെറിയ പ്ലാനിങ്ങിലെ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള അപര്യാപ്തത കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവുക. സോ ആദ്യമായിട്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കുടുംബ ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബഡ്ജറ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ ടോട്ടൽ ചെലവുകളെ വെച്ചുകൊണ്ട് നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നു. ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ആ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ആരോടൊക്കെയാണ് ഈ ബഡ്ജറ്റിനെ പറ്റി പറയേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ആ ബഡ്ജറ്റിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. നമ്മൾ പല വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയായിരുന്നു, നമ്മുടെ ചെലവുകളെ നമുക്ക് ആദ്യമായിട്ട് ഒന്നാമത്തത് അത്യാവശ്യമെന്നും, രണ്ടാമത്തെ ചെലവുകളെ ആവശ്യമെന്നും, മൂന്നാമത്തെ ചെലവുകളെ ആഡംബരമെന്നും നമുക്ക് പറയാം. അതായത് ഈ മൂന്ന് കാറ്റഗറിയിൽ നമുക്ക് നമ്മുടെ എല്ലാ ചെലവുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓരോരുത്തർക്കും അനുസരിച്ച് ഓരോ കാര്യങ്ങളും വ്യത്യാസപ്പെടുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് അത്യാവശ്യം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, വീടുകളിലുള്ള ദൈനംദിന ചെലവുകൾ, അതുപോലെ തന്നെ നമ്മുടെ വൈദ്യുതി, അതായത് കറണ്ട് ബില്ലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മിനിമം നമ്മൾ ചെയ്യേണ്ട സേവിങ്സുകൾ, നമ്മുടെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ലൈഫ് ഇൻഷുറൻസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ അത്യാവശ്യ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. ഇനി ആവശ്യം, അതായത് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതാണ്, ചിലപ്പോൾ നമുക്ക് മാറ്റിവെക്കാം എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആവശ്യം എന്ന് പറയുന്ന കാര്യങ്ങൾ വരുന്നത്. വേണമെങ്കിൽ നമുക്കതിന് എന്ത് പറയാം, നമുക്ക് ഫാമിലീൻ്റെ കൂടെ നമ്മൾ എല്ലാ മാസവും ഞാനൊരു സിനിമ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം അത് ആവശ്യമാണ്, എന്നാൽ പോലും നമുക്കതിനെ വേണമെങ്കിൽ അടുത്ത മാസത്തേക്ക് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം ആഡംബരം എന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ എല്ലാ മാസവും എനിക്കൊരു താല്പര്യമുണ്ട്, എല്ലാ മാസവും എൻ്റെ ഫാമിലിയുടെ കൂടെ പോയിട്ട് ഒരു നല്ലൊരു 3 സ്റ്റാർ അല്ലെ 4 സ്റ്റാർ അല്ലെ 5 സ്റ്റാർ റിസോർട്ടിൽ പോയിട്ട് താമസിക്കുക, അവിടെ അടിച്ചു പൊളിക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാ മാസവും ടൂർ പോവുക. ഇതൊക്കെ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമല്ല, ഇതൊക്കെ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യവുമല്ല. പക്ഷേ ഇതൊക്കെ ആഡംബരം, ഇതും മനുഷ്യന് ആവശ്യം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പോലും ഇതൊക്കെ ആഡംബരം എന്ന് പറയുന്ന ക്രൈറ്റീരിയയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന അത്യാവശ്യത്തിലുള്ളത് അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ യാതൊരു ഉപേക്ഷയും വെക്കാൻ നമുക്ക് സാധിക്കില്ല. ആവശ്യം എന്ന് പറയുന്ന സംഭവങ്ങൾ നമുക്ക് ആവശ്യം തന്നെയാണ്, അത് ചെയ്യേണ്ടത് തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ മാറ്റിവെക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി ആഡംബരം എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ നിലവിലുള്ള ബഡ്ജറ്റിനെ, നിങ്ങളുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ചിലപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബഡ്ജറ്റ് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടെങ്കിലും, അതായത് നിങ്ങളുമായി സാമ്പത്തികപരമായി തന്നെ ബന്ധപ്പെടുന്ന കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ചിട്ട് ഭാര്യ, അച്ഛനമ്മ, മക്കൾ, ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ നിർബന്ധമായിട്ടും പറയേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആരും തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ബാലേട്ടൻ സിനിമയിലെ മോഹൻലാൽ ചെയ്യുന്ന കാര്യം ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മൾ നമ്മൾ ആ കാര്യം ചെയ്തു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല, നമ്മുടെ ഫ്രണ്ട്സിന് പല കാര്യങ്ങളും ഉണ്ട്, അത് നമുക്ക് നടക്കുന്നില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മക്കളും അല്ലെങ്കിൽ രക്ഷിതാക്കളൊക്കെ കംപ്ലൈൻറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ബഡ്ജറ്റിനെ പറ്റിയിട്ട് നമ്മുടെ നിലവിലുള്ള വരുമാനം എന്താണോ ആ വരുമാനത്തിനെ പറ്റിയിട്ടും നമുക്ക് നോർമലി ഉള്ള അത്യാവശ്യവും ആവശ്യവുമായ ചെലവുകൾ എന്തൊക്കെയാണോ ഈ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഫാമിലിയോട്, പ്രത്യേകിച്ച് നമ്മളുമായി ഫിനാൻഷ്യലി കണക്ട് ചെയ്തിരിക്കുന്ന ഫാമിലിയോട് നിർബന്ധമായും പറയാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം നമുക്ക് നോക്കാം. ഇനിയൊരു കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ആൾക്കാർ പ്ലാനിംഗ് ഒക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടാവും, ബഡ്ജറ്റിംഗ് ഒക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവിടെ പലപ്പോഴും നമുക്ക് അടവുകൾ, അതായത് നമ്മുടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ EMI ആയിട്ടോ ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബഡ്ജറ്റിനെ വീണ്ടും താളം തെറ്റിക്കുന്നുണ്ടാവും. അത് പൊതുവെ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ വീണ്ടും ആ ബഡ്ജറ്റ് തന്നെയാണ് നമ്മൾ നോക്കണത്. ബഡ്ജറ്റിൽ നമുക്ക് പലതരത്തിലുള്ള ചെലവുകൾ ഉണ്ടാവും, അല്ലേ? നമുക്ക് വേണമെങ്കിൽ ചെലവുകളും സേവിങ്സും നമുക്ക് രണ്ടായിട്ട് വരാം. ഇത് നമ്മുടെ ചെലവുകളാണ്.
ഇനി ഇത് നമ്മുടെ വരവുകൾ നമ്മുടെ സമ്പാദ്യം അല്ലെങ്കിൽ സേവിങ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് സാധാരണയായിട്ട് നമുക്ക് വരുന്ന ചെലവുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് സാധാരണയായിട്ട് വരുന്നത് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ നോർമൽ വീട്ടിലെ എക്സ്പെൻസുകൾ ഉണ്ടാവും. അതായത് ഇതിൽ നമ്മുടെ വീടുകളിലുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ചിലവുകൾ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ചിലവുകൾ, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവുകൾ, എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതൊക്കെ ഈ പറയുന്ന നോർമൽ നിർബന്ധമായിട്ട് വരാനുള്ള ചിലവുകളാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയുടെ കുറേ കാര്യങ്ങൾ, അത് നമ്മുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഷുറൻസുകൾ നമുക്ക് പറയാം. ഇൻഷുറൻസിൽ നമ്മുടെ ചിലവുകളായിട്ടുള്ള ഇൻഷുറൻസ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് അതൊരിക്കലും സേവിങ്സ് എന്ന രീതിയിലല്ല, നമ്മൾ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ തന്നെ കണക്കൂട്ടേണ്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസുകൾ, അതായത് വണ്ടികൾക്ക് നമ്മൾ ഓരോ വർഷവും അടക്കുന്ന പ്യുവർ ഇൻഷുറൻസുകളായിട്ടുള്ള വണ്ടിയുടെ ഇൻഷുറൻസുകൾ, അതുപോലെ നമ്മുടെ ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് സാധാരണയായിട്ട് വരുന്ന ചെലവുകളാണ്. ഇനി വരവുകളിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫാമിലിയിൽ നിന്ന് ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കുക. ഇനി സമ്പാദ്യം നോക്കുകയാണെങ്കിൽ പല ആൾക്കാർക്കും ചിട്ടികൾ ഉണ്ടാവും. ഇനി LIC പോലെയുള്ള അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പോലെയുള്ള കുറേ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ പല ആൾക്കാർക്കും മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടാവും, ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ ഉള്ള സേവിങ്സുകൾ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക RD അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ, ബാങ്കിൽ പിക്മി കളക്ഷൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ബഡ്ജറ്റ് താളം തെറ്റുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങളിലാണെന്ന് വേണേൽ പറയാം. അതിലൊന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇനി അതുപോലെ ഒരു കാര്യമാണ് ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ്, വണ്ടികളുടെ ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് പൊതുവെ ആ ഒരു കാറ്റഗറിയിൽ വരാറില്ല, LIC, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബഡ്ജറ്റിനെ വീണ്ടും താളം തെറ്റിക്കുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഒരു എക്സാമ്പിളായിട്ട് ഒരു 50,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തിന് കൂട്ടുക. ഈ 50,000 ശമ്പളമുള്ള വ്യക്തി കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാകും, ഒരു മാസം എൻ്റെ വീട്ടിലേക്കുള്ള ഭക്ഷണ ചെലവുകൾ എത്രയാണ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ എത്രയൊക്കെയാണ്, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചിട്ടി എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ മക്കളുടെ വിദ്യാഭ്യാസം വരുന്നത് സാധാരണയായിട്ട് ക്വാർട്ടർലിയാണ്. അതായത് 3 മാസത്തിലൊരിക്കൽ, ത്രൈമാസികം എന്ന് പറയുന്ന 3 മന്ത്സ് കൂടുന്ന സമയത്താണ് ഒരു തവണ നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരിക. ഇതുപോലെ തന്നെയാണ് ആരോഗ്യ ഇൻഷുറൻസ്. ആരോഗ്യ ഇൻഷുറൻസ് സാധാരണയായിട്ട് ഒരു വർഷത്തേക്ക് എന്നുള്ള രീതിയിൽ 12 മാസത്തേക്കുള്ള പേയ്മെൻ്റാണ് സാധാരണ ആൾക്കാർ അടക്കാറുള്ളത്. അതിൽ EMI ഓപ്ഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒറ്റ തവണ അടക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻഷുറൻസ്. ഇവിടെ വണ്ടി ഇപ്പോൾ ഒരു ഡ്രൈവറൊക്കെ ആണെങ്കിൽ, വണ്ടിയുടെ ടാക്സിയൊക്കെ പോകുന്ന വ്യക്തിയാണെങ്കിൽ വണ്ടിയുടെ ബ്രേക്ക് വെക്കുന്നത്, ഇതൊക്കെ ഈ കാറ്റഗറിയിലാണ് വരിക. അതായത് വർഷത്തിൽ ഒരു തവണ കൊടുക്കേണ്ട ചിലവുകൾ, ഇതൊക്കെ 12 മാസത്തേക്കുള്ള ഇൻഷുറൻസ് ആണ് നമ്മൾ പൊതുവെ വണ്ടിക്ക് എടുക്കുന്നുണ്ടാവുക. LIC ആണെങ്കിൽ ചിലപ്പോൾ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ വാർഷികമായിട്ടോ, ഇപ്പം നാച്ച് എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ മന്ത്ലി ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ പോലും 90% LICകളും എടുത്തിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത ആൾക്കാർ ചെയ്യണത് ഈ പറയുന്ന കാറ്റഗറിയിൽ, അതായത് 3 മാസം കൂടുമ്പോൾ ഒരു തവണയായിട്ടോ, 6 മാസത്തിൽ ഒരു തവണയായിട്ടോ, 12 മാസത്തിൽ ഒരു തവണയായിട്ടാണ് ഈ അടവുകളൊക്കെ അടക്കുന്നുണ്ടാവുക. ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ മാസ ചെലവുകൾ ഈ പറയുന്ന 50,000 നമ്മൾ വരുമാനം കിട്ടുന്നു, നമ്മളതിലെ ചെലവുകളും സമ്പാദ്യങ്ങളും ഒക്കെ കൂടിയിട്ട് നമ്മൾ ഈ പറയുന്ന 50,000 നമ്മൾ റൗണ്ട് ചെയ്ത് വെക്കും. കാരണം ഈ പറയുന്ന പൈസയിൽ 30,000-ൽ തീരുന്നൊരു കാര്യമാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് എന്താ ചെയ്യുക, സേവിങ്സും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള പൈസ പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ആഡംബരങ്ങളിലേക്കും മാറിയിട്ടുണ്ടാകും. സോ ഈ പൈസ തീർന്നിട്ടുണ്ടാവും. പക്ഷേ 3 മാസം കഴിയുമ്പോൾ ഈ 3 മാസത്തെ പണം ഒറ്റയടിക്ക് വിദ്യാഭ്യാസമായിട്ടോ, അല്ലെങ്കിൽ ഒരു വർഷത്തെ പ്രീമിയം ആരോഗ്യ ഇൻഷുറൻസിനോ, അല്ലെങ്കിൽ വണ്ടിയുടെ ഇൻഷുറൻസിനോ, അതുപോലെ ചിലപ്പോൾ 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ LIC പോലെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് ഈ ആളുടെ ബഡ്ജറ്റ് തെറ്റുക. കാരണം ഈ പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാസം, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 10,000 രൂപ നമ്മൾ മന്ത്ലി അടക്കുന്ന ഒരു LIC പോളിസി ആണെന്ന് കൂട്ടുക. വാർഷിക പ്രീമിയമായിട്ട് നിങ്ങൾ 12,000 രൂപ ഒരു വർഷം എന്ന രീതിയിൽ അടക്കാനാണ് നിങ്ങൾ അത് ചൂസ് ചെയ്തതെങ്കിൽ, അവിടെ വരുന്ന പ്രശ്നം ഈ 12,000 രൂപയാണ് നിങ്ങൾ ഒരു മാസം ഉണ്ടാക്കേണ്ടത്. അടുത്ത 11 മാസം ഉണ്ടാക്കേണ്ട എന്നുള്ളത് ശരി തന്നെ, എന്നാലും ഒരുമിച്ച് അടക്കേണ്ടത് ഈ 12,000 രൂപയാണ്. സോ അവിടെ വരുന്നൊരു പ്രശ്നമാണ് ഈ കാര്യം. അതായത് ഈ ആളുടെ ബഡ്ജറ്റ് ഈ 50,000-ൽ 12,000 മാറ്റിയാൽ ആ മാസം തന്നെ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസും കൂടി വന്നാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, ബഡ്ജറ്റ് തെറ്റിയെന്ന് പറയാം.
അപ്പോഴാണ് നമ്മൾ നമ്മുടെ പരിചയക്കാരോടും ബന്ധുക്കളോടൊക്കെ നമ്മൾ കടത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പണം കടം മേടിച്ച് ഇതേപോലെയുള്ള ചിലവുകൾ ചെയ്യാൻ പോണത്. നമുക്കൊന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ഈ പറയുന്ന ലിസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലിസ്റ്റും കൂടി ഉൾപ്പെടുത്താം. മെയിനായിട്ട് ഇവിടെ 4 തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിലൊന്നാമത്തെ കാര്യം എഡ്യൂക്കേഷൻ, മക്കളുടെയൊക്കെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യമാണ്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് 15,000 രൂപയാണ്. ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മൾ അടക്കുന്നു എന്ന രീതിയിൽ നമുക്കതിനെ കൂട്ടാം. ഇനി ഇതേപോലെ തന്നെ LIC നമ്മളൊരു 12,000 രൂപ വാർഷിക പ്രീമിയം നമ്മൾ പറഞ്ഞു, അത് നമ്മൾ ഒരു വർഷത്തിൽ ഒരു തവണയായിട്ട് അടക്കുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളൊരു 25,000 രൂപ നമ്മൾ എഗെയിൻ ഒരു വർഷത്തിലേക്ക് അടക്കുന്നു. മോട്ടോർ ഇൻഷുറൻസ് നമ്മളൊരു 12,000 രൂപയാണെന്ന് കൂട്ടുക, അതും നമ്മൾ ഒരു വർഷത്തേക്ക് ഒരു അടവായിട്ട് അടക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എമൗണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മാറ്റാം. ഇവിടെ 15,000 രൂപ 3 മാസം കൂടുമ്പോൾ എന്ന് പറയുന്നതും 12,000 രൂപ ഒരു തവണയായിട്ടും 25,000 ഒരു തവണയായിട്ടും 12,000 ഒരു തവണയായിട്ട് വരുമ്പോഴാണ് പ്രശ്നം വരിക. ഒരു എക്സാമ്പിളായിട്ട് ഈ മാസത്തെ LICയും ഹെൽത്ത് ഇൻഷുറൻസും ഒരുമിച്ച് അടക്കേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. 37,000 രൂപ അയാൾ ഒരൊറ്റ മാസം ഈ പറയുന്ന ഇൻഷുറൻസിലേക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പ്രാക്ടിക്കലി 50,000 രൂപ വരുമാനം കിട്ടുമ്പോൾ 37,000 രൂപ ഇങ്ങനെ മാറ്റിവെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സാധ്യമല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ആ പുള്ളി അടുത്ത ആളുകൾ കടം മേടിച്ചിട്ട് അടവിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ആ അടവ് തെറ്റാണെങ്കിൽ, പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയൊക്കെ അടവ് തെറ്റാണെങ്കിൽ അതിൻ്റെ എല്ലാ ബെനിഫിറ്റും നമുക്ക് നഷ്ടപ്പെടും. സോ അതുകൊണ്ട് അത് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം നമ്മളിതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ മന്ത്ലി ചിലവായിട്ടൊന്ന് കണ്ടു നോക്കിയേ. ഇവിടെ നമ്മൾ 15,000 രൂപ 3 മാസം കൂടുമ്പോഴാണെങ്കിൽ ഒരു മാസം 5,000 രൂപയാണ് നമ്മുടെ ചിലവ് വരിക. ഇവിടെയാണെങ്കിൽ 12,000 രൂപ 1,000 രൂപ നമുക്ക് മന്ത്ലി ചിലവ് വരുന്നു. ഇത് ഏകദേശം ഒരു 1,083 രൂപയോളം നമുക്ക് ചിലവുണ്ടാവും. എഗെയിൻ ഇത് നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 1,000 രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 5,000, 6,000, 7,000, 8,000, 8,083 രൂപ നമ്മൾ എല്ലാ മാസവും മാറ്റി വെച്ചാൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. 50,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 8,083 രൂപ മാറ്റി വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രയാസമുള്ളൊരു കാര്യം ആയിരിക്കില്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ പണം നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ? കാരണം 3 മാസം കൂടുമ്പോൾ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ പൈസ നമുക്ക് അതിൽ നിന്ന് പിൻവലിക്കാൻ പറ്റണം. ഇത് ഒരു വർഷത്തെ സമയമുണ്ടെങ്കിൽ നമുക്കത് പിൻവലിക്കാൻ പറ്റണം. ഇതിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ 2 ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒരു ഡെപ്റ്റ് ഫണ്ടിലേക്ക്, നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP ആയിട്ട് തുടങ്ങാം. 8,083 രൂപ അല്ലെങ്കിൽ 8,000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും നമ്മൾ ഡെപ്റ്റ് ഫണ്ടിൽ, മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, SIP ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്കിതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഡെപ്റ്റ് ഫണ്ടിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മാർക്കറ്റുമായിട്ട് യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നഷ്ടസാധ്യത ഒട്ടുമില്ല എന്ന് പറയാം. ഒരു ബാങ്ക് റേറ്റ് അല്ല, റഫ്ലി പറഞ്ഞ ഒരു 6.5 to 7.5 റേറ്റൊക്കെ നമുക്ക് ഈ പറയുന്ന SIPയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. എപ്പോഴാണോ കാശിന് ആവശ്യം, ആ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന നമുക്ക് പിൻവലിക്കാനും പറ്റും. ഇനി ഇതിനേക്കാൾ നല്ല രീതിയിൽ വേറെ എങ്ങനെ ഇതിനെ നമുക്ക് ഗുണകരമാക്കി എടുക്കാമെന്ന് ചോദിച്ചാൽ, നമുക്കിതിന് വേണമെങ്കിൽ നമുക്കിവിടെ 3 മാസം കൂടുമ്പോൾ എപ്പോഴും വേണ്ടത് എഡ്യൂക്കേഷൻ്റെയാണ്. ബാക്കിയൊക്കെ വാർഷികമായിട്ട് വരുന്ന പ്രീമിയങ്ങളാണെങ്കിൽ ഇവിടെ നമ്മൾ ഡെപ്റ്റ് ഫണ്ടിൻ്റെയും അതുപോലെ തന്നെ ഹൈബ്രിഡ് ഫണ്ടുകളുടെയും ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ SIP സ്റ്റാർട്ട് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് 3,000 രൂപ എല്ലാ മാസവും അല്ലെങ്കിൽ 5,000 രൂപ എല്ലാ മാസവും ഈ പറഞ്ഞ ഡെപ്റ്റ് ഫണ്ടിലേക്കും ബാക്കി വരുന്ന 3,000 രൂപ നമുക്ക് ഹൈബ്രിഡ് ഫണ്ടിലേക്കും വെച്ചിട്ട് ഒരു SIP സ്റ്റാർട്ട് ചെയ്താൽ എന്താണ് അതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് 1 ഇയർ നമുക്ക് സമയം കിട്ടും. ചെറിയ ഡേയ്സ്, ഇപ്പോൾ നമുക്ക് കുറച്ച് ഡേ മാത്രം മാറ്റി വെച്ചുകൊണ്ട് എക്സിറ്റ് ചാർജ് ഒഴിവാക്കി പോലും നമുക്ക് എടുക്കാൻ പറ്റും. കാരണം 365 ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ 366th ഡേ, 366ാം ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ 1 രൂപ പോലും ചാർജ് വരില്ല. അതുകൊണ്ട് തന്നെ ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്യാൻ നമുക്കിവിടെ സമയം കിട്ടുമെങ്കിൽ, പ്രത്യേകിച്ച് LIC നമുക്ക് ഗ്രേസ് പീരീഡ് ഉണ്ടാവും. 30 ദിവസം നമ്മൾ പ്രീമിയം അടക്കേണ്ട ഡേയിൽ നിന്ന് 30 ദിവസത്തേക്ക് നമുക്ക് ഗ്രേസ് പീരീഡ് കിട്ടും. അതുപോലെ തന്നെ മോട്ടോർ ഇൻഷുറൻസ് നമുക്ക് ഗ്രേസ് പീരീഡ് കിട്ടാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് അങ്ങനെയുള്ള ഒരു ദിവസമൊക്കെ ചെറിയ പൈസയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിതിന് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാർക്കറ്റിലുള്ള റിട്ടേൺസും ഈ പറയുന്ന റിട്ടേൺസും കൂടി കിട്ടുമ്പോൾ അത്യാവശ്യം നമ്മുടെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. നല്ലൊരു റിട്ടേൺസ് നമ്മുടെ ചെലവിലൂടെ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. ഇത്രയാണ് നമ്മൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ബഡ്ജറ്റിങ്ങിൽ ചെയ്യേണ്ട ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് നുറുക്ക് കൈകളും കൂടി നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പൊടിമന്ത്രങ്ങളൊക്കെ കൂടുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പണ്ടേ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഡിജിറ്റലിയുള്ള പേയ്മെൻറ്റ് മെത്തേഡുകൾ ഒഴിവാക്കുക. ലൈക്ക് നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള ഒഴിവാക്കാൻ പറ്റുന്ന
തരത്തിലുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് മെത്തേഡ്സ് നമ്മളൊന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എവിടെയാണ് വരിക എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള എല്ലാ ചിലവുകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് 50,000 രൂപ മാസ വരുമാനമുള്ള ഒരു വ്യക്തി കണക്ക് കൂട്ടുമ്പോൾ അത്യാവശ്യം ആവശ്യം ടോട്ടൽ കണക്കെടുക്കുമ്പോൾ ഒരു 20,000 രൂപയാണ് ആ കണക്കിൽ വരുന്നതെന്ന് കൂട്ടുക. അപ്പം തന്നെ ആ 20,000 രൂപ ക്യാഷായിട്ട് എടുത്ത് ATM എടുത്ത് കയ്യിൽ വെക്കുക. അപ്പോൾ അടുത്ത ഒരു സാധനം നമ്മൾ അനാവശ്യമായി മേടിക്കാൻ സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം കയ്യിൽ നമ്മളൊരു 4,000 രൂപയുടെ ഒരു സാധനം മേടിച്ചാൽ 4,000 രൂപ എണ്ണി കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഫിസിക്കലി ഉണ്ടാവുന്ന നമുക്ക് മെൻ്റലി ഉണ്ടാവുന്ന ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നം ഈ ഫിസിക്കൽ ട്രാൻസാക്ഷനെ കൊണ്ട് നമുക്ക് ഗുണകരമായിട്ട് മാറ്റാൻ പറ്റും. സോ അങ്ങനെയുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ ഒഴിവാക്കുക. ഇനി അടുത്തൊരു കാര്യം, ബില്ല് നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിക്കുകയാണെങ്കിൽ ആ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ കൃത്യമായി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാം. അവിടെ പോയ ശേഷം നമ്മൾ റാൻഡംലി സാധനങ്ങൾ എടുത്ത് നമ്മുടെ ബാഗിൽ ഇടുന്നതിന് പകരം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ നമ്മുടെ മന്ത്ലി ഉള്ള നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചിലവാക്കുന്ന ഒരു കാശ്, അതായത് ലെഷർ എക്സ്പെൻസ് എന്ന് പറയാം, ആ എക്സ്പെൻസ് എമൗണ്ടും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യാൻ തയ്യാറായാൽ, അതായത് ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് പോവുകയാണ്, എല്ലാ മാസവും സിനിമയ്ക്ക് പോവുകയാണ്, നമ്മുടെ ഒരു ഫാമിലിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു സന്തോഷമാണെങ്കിൽ ആ സന്തോഷം മാറ്റി വെക്കേണ്ടതില്ല. പക്ഷേ സിനിമയ്ക്ക് പോകുന്ന ദിവസം തന്നെ നമ്മൾ വേറെ കുറേ എക്സ്പെൻസും കൂടി സാധാരണയായിട്ട് വരാൻ സാധ്യതകളുണ്ട് അല്ലേ. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സിനിമയ്ക്ക് പോകുന്ന ആ ഒരു സന്തോഷം എന്തായാലും നല്ല മൂഡിലായിരിക്കും ഫാമിലി പോകുന്നുണ്ടാവുക. അങ്ങനെ പോകുമ്പോൾ നമ്മളൊരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കയറാം, നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം. ഇതൊന്നും വേണ്ടാന്നല്ല, ഇതിനൊക്കെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഓരോ മാസവും ഇതിൽ കൂടുതൽ ബഡ്ജറ്റ് ഈ പറയുന്ന ഫണ്ടിലേക്ക് മാറില്ല എന്ന് നമ്മൾ തീരുമാനം എടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ യാതൊരു പ്രശ്നവുമില്ലാതെ നമുക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകും.